നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച സർഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരല്പമെങ്കിലും വിവേകമുള്ള മനുഷ്യൻ ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തിലോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലോ അല്ലെങ്കിൽ രണ്ടിലുമോ ഒരിക്കലും മോഹബദ്ധനാകരുത്. അതയേവ ഈഷത് സഞ്ജാത വിവേകൈ. ഒരല്പമെങ്കിലും വിവേകം ഒരാളുടെ ഉള്ളിൽ ഉദിച്ചാൽ പൃഥ്വ്യാദീനാം അസതാം ലാഭാദിഹേതും വ്യർത്ഥ ജന്മനാശകരം വിചാരം ത്യക്ത്വ. ഈ ഇല്ലാത്ത ഭൂമി മുതലായ പഞ്ചഭൂതങ്ങൾ നിറഞ്ഞ ഈ ലോകത്തുള്ള വസ്തുക്കളെ നേടി അവസാനം അതൊക്കെ നഷ്ടമാവുകയും ചെയ്യും. വ്യർത്ഥജന്മനാശകരം, വ്യർത്ഥമായി നമ്മുടെ ജന്മത്തെ ക്ഷയിപ്പിച്ചു കളയുന്ന, നഷ്ടമാക്കി കളയുന്ന വിചാരം ത്യക്ത്വ, പ്രാപഞ്ചിക ചിന്തകളെ ഉപേക്ഷിച്ചിട്ട് ജന്മസാർത്ഥക്യാപാദകം വൈരാഗ്യാദി സാധനജാതം അവലംബനീയം, ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന അല്ലെങ്കിൽ സഫലമാക്കി തീർക്കുന്ന, ജീവിതത്തിൽ സാഫല്യമണയ്ക്കുന്ന വൈരാഗ്യം അഥവാ വിരക്തി തുടങ്ങിയ സാധനകളെ ആശ്രയിക്കണം. ഇതാണ് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏക ജോലി. അപ്പം അതൊന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് 108ാമത്തെ സർഗത്തിലേക്ക് പ്രവേശിക്കാം. ആ സർഗത്തിൻ്റെ പേര് അവിദ്യാഖ്യാനാന്തർഗത വിപശ്ചിതുപാഖ്യാനേ അവിദ്യാക്ഷേപണേ പാർത്ഥിവ സംരംഭ വർത്തനം. സ്വല്പം നീളം കൂടി പോയില്ലേ? ഒരു അധ്യായത്തിന് ഇത്രയും നീളം വേണോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഇങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ വായിക്കാൻ പോകുന്നത് ഒരു കഥയാണ്. അതിൻ്റെ പേര് അവിദ്യാഖ്യാനം എന്നാണ്. അവിദ്യയെക്കുറിച്ചുള്ള കഥ. അവിദ്യ അഥവാ അജ്ഞാനം എങ്ങനെയാണ് മനുഷ്യരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ വ്യക്തമാക്കാൻ വേണ്ടി ഒരു കഥ പറയാൻ ആരംഭിക്കുകയാണ്. അതാണ് അവിദ്യാഖ്യാനം. അതിൽ അന്തർഗതമായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വിപശ്ചിത് ഉപാഖ്യാനെ, ഒരു കഥയുടെ ഉള്ളിൽ വരുന്ന മറ്റൊരു കഥയാണ് ഉപാഖ്യാനം എന്ന് പറയുന്നത്. ആഖ്യാനം കഥ. ആ കഥയുടെ ഉള്ളിൽ വേറൊരു കഥ വരും, അതിനെയാണ് ഉപാഖ്യാനം എന്ന് പറയുന്നത്. ഇപ്പോൾ അവിദ്യാഖ്യാനത്തിൻ്റെ ഉള്ളിൽ വരുന്ന വിപശ്ചിത് ഉപാഖ്യാനത്തിൽ അവിദ്യാക്ഷേപണെ, അവിദ്യ എങ്ങനെയാണ് വിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിദ്യ എങ്ങനെയാണ് തന്നെ പ്രകടമാക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കി തരാൻ വേണ്ടി പാർത്ഥിവ സംരംഭവർത്തനം, ഒരു രാജാവിൻ്റെ സംരംഭം എന്നുള്ള വാക്കിന് എൻ്റർപ്രൈസ് എന്നുള്ള അർത്ഥമല്ല. സംസ്കൃതത്തിൽ ഒരു കേരള സർക്കാർ സംരംഭം, ഒരു കേന്ദ്ര സർക്കാർ സംരംഭം, അണ്ടർടേക്കിംഗ്, എൻ്റർപ്രൈസ് എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ മലയാളത്തിൽ ആ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ സംരംഭം എന്നുള്ളതിന് യുദ്ധം എന്നാണ് അർത്ഥം. ഒരു രാജാവിൻ്റെ കഥ, തുടക്കം തന്നെ യുദ്ധത്തിലാണ് ആ കഥ ആരംഭിക്കുന്നത്. ഈ കഥ ശ്രീരാമൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. നമുക്ക് രാമൻ്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ശ്രീരാമ ഉവാച, ശ്രീരാമൻ പറഞ്ഞു, അവിദ്യാദൃശ്യരൂപേയം കചന്തി യസ്യ വിദ്യതേ ചിന്നഭസ്വപ്ന നഗരീ ദൃശ്യമാനാപി ശൂന്യകം. അവിദ്യയാണ് ദൃശ്യമായി കാണപ്പെടുന്നത്. നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനമാണ് നാമരൂപങ്ങളായി പുറമേ പ്രകടമാകുന്നത്. ഇത് അതിഗംഭീരന്മാർക്ക് പോലും അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഉള്ളിലെ അറിവില്ലായ്മ എങ്ങനെയാണ് നാമരൂപങ്ങളായി പുറത്ത് കാണപ്പെടുന്നത്?
അവിദ്യ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. എന്തിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ? ആത്മാവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ഒന്നിനെ അറിയാതിരിക്കുമ്പോൾ അത് മറ്റൊന്നെന്ന പോലെ പ്രകടമാകാനുള്ള സാധ്യതയുണ്ട്. ആത്മാവാണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് പ്രപഞ്ചത്തിന് നാം സത്യത്വം കൽപ്പിക്കുന്നത്. വാസ്തവത്തിൽ പ്രപഞ്ച നാമരൂപങ്ങളായി കാണപ്പെടുന്നത് ബ്രഹ്മമാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുന്നില്ല എന്ന് ചോദിച്ചാൽ, ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉള്ളതുകൊണ്ട്, ബ്രഹ്മത്തെ വേണ്ടവണ്ണം അറിയാത്തത് കൊണ്ട്. അതുകൊണ്ട് ബ്രഹ്മം തന്നെ പ്രപഞ്ച നാമരൂപങ്ങൾ എന്ന പോലെ കാണപ്പെടുന്നു. അവിദ്യയാണ് ദൃശ്യമായി കാണപ്പെടുന്നത്. വസിഷ്ഠ മഹർഷി ഇതിനു മുമ്പേ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ബന്ധം എന്നുള്ളത് എന്താണ്? എന്താണ് സംസാരബന്ധം? ദ്രഷ്ടുർ ദൃശ്യസ്യ സത്താ അംഗ ബന്ധയിത്യഭിധീയതേ. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ ശ്ലോകം ഉദ്ധരിച്ചോളൂ. എന്താണ് സംസാരം അല്ലെങ്കിൽ സംസാരബന്ധം? ദ്രഷ്ടാവിന് ദൃശ്യം സത്യമാണ് എന്ന തോന്നൽ, അത് തന്നെയാണ് ബന്ധം. അല്ല, ബന്ധമെന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ വസ്തുക്കൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു വ്യക്തിയും വസ്തുവും തമ്മിലുള്ള ബന്ധമല്ലേ? ഇവിടെ ഒന്നേ ഉള്ളുവെങ്കിൽ ആർക്ക് ആരുമായിട്ടാണ് ബന്ധം? ഇതെന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ആരും ആരുടേതുമല്ല, ഒന്നും ആരുടേതുമല്ല. നീ എൻ്റെയാണ്, ഞാൻ നിൻ്റെയാണെന്നൊക്കെ പറയാം. അതൊന്നും വാസ്തവമല്ല, ഒന്നും ആരുടെയുമല്ല. അല്ല, എല്ലാം ബ്രഹ്മത്തിൻ്റെയാണ്, ഈശ്വരൻ്റെയാണ് എന്ന് പറഞ്ഞൂടെ? എല്ലാം എന്ന ഒന്ന് ഈശ്വരൻ്റെ ദൃഷ്ടിയിലില്ലെങ്കിൽ പിന്നെ ഈ എല്ലാം ദൈവത്തിൻ്റെയാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ദൈവം മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഒന്ന് എങ്ങനെ അദ്ദേഹത്തിൻ്റെ തന്നെ ആയിത്തീരും? അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആത്മാവ് ആത്മാവിൻ്റെ മാത്രമാണ്, ഞാൻ എൻ്റെയാണ് എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ദ്രഷ്ടാവിന് തന്നിൽ നിന്ന് അന്യമായി ഒരു ദൃശ്യമുണ്ട് എന്ന ഭ്രമത്തെയാണ് ബന്ധം എന്ന് പറയുന്നത്. ബന്ധമാണ് ദുഃഖങ്ങൾക്ക് കാരണം. ദൃശ്യത്തിന് വാസ്തവികത കൽപ്പിക്കുന്ന ഒരു സ്വഭാവം ജീവന്മാരുടെ ഉള്ളിൽ അനാദിയായി നിലനിൽക്കുന്നു. അതിനെയാണ് അവിദ്യ, അജ്ഞാനം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് രാമനിപ്പോൾ അവിദ്യ എന്താണെന്നല്ല ചോദിക്കുന്നത്, അവിദ്യയാണ് ഈ ദൃശ്യമായി കാണപ്പെടുന്നത്. ആരുടെ മുമ്പിൽ, ആരാണ് പ്രപഞ്ച ദൃശ്യങ്ങൾക്ക് വാസ്തവികത ഉണ്ടെന്ന് കരുതുന്നത്? ജീവന്മാർ. ഈശ്വരൻ പ്രപഞ്ചത്തെ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഭഗവാൻ ചെവിക്കൊള്ളുന്നുണ്ടോ? നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനായി അദ്ദേഹം എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യം നടന്നാൽ, ഒരു വഴിപാട് നടത്തി നമ്മുടെ ആഗ്രഹം പൂർത്തിയായി, അപ്പോൾ നമ്മൾ പറയുന്നത് ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു, ഭഗവാന്റെ കൃപ കൊണ്ടാണ് എനിക്ക് ഈ കാര്യം നടന്നു കിട്ടിയത്. അത് നിങ്ങളുടെ ഒരു ധാരണ മാത്രമാണ്. യഥാർത്ഥ ഈശ്വര തത്വത്തെ നമ്മൾ അറിയുന്നില്ല. ഈശ്വരനിൽ അദ്ദേഹമല്ലാതെ മറ്റൊന്നുമില്ല. ജീവന്മാരുമില്ല, ജഗത്തുമില്ല. ജീവന്മാരുടെ ആഗ്രഹങ്ങളെ അദ്ദേഹം അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, സർവജ്ഞനായ അദ്ദേഹത്തിന് ഇതുമാത്രം അറിയില്ല എന്നുണ്ടോ? എന്തായാലും ആ കാര്യത്തിലേക്ക് നമ്മൾ കടക്കണ്ട. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരനാണ് നമ്മുടെ ആഗ്രഹങ്ങളെ ഫലിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം നല്ലപോലെ ഉറപ്പിച്ചോളൂ. പുറമേ ബാഹ്യലോകത്തിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ ഊർധ്വലോകങ്ങളിലോ ആകാശത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്തോ ഉള്ള ഒരു ദൈവം നമ്മുടെ ആഗ്രഹം സാധിച്ചു തരില്ല.
ജീവന്റെ ഉള്ളിൽ, ജീവന്റെ അധിഷ്ഠാനമായി ജീവന്റെ ഓരോ ഗതിവിഗതികളെയും കണ്ടുകൊണ്ട് ആ ആത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ സാക്ഷിയായി വർത്തിക്കുന്നു. കോടിക്കണക്കിന് ജീവന്മാരുണ്ട്. ഈ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ അദ്ദേഹം എങ്ങനെ അറിയുന്നു? അദ്ദേഹം ഉള്ളിൽ സ്ഥിതി ചെയ്താലല്ലേ അങ്ങനെ അറിയാൻ പറ്റൂ. അതുകൊണ്ട് ആ ഈശ്വര തത്വം നമ്മുടെ ഹൃദയാന്തർഭാഗത്താണ് യഥാർത്ഥത്തിൽ വർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അവിദ്യ തന്നെയാണ് ദൃശ്യരൂപത്തിൽ കാണപ്പെടുന്നത്. ആ ദൃശ്യത്തിന് ആരാണോ വാസ്തവികത അല്ലെങ്കിൽ സത്യത്വം കൽപ്പിക്കുന്നത് അവരെയാണ് അജ്ഞാനികൾ എന്ന് വേദാന്തികൾ വിളിക്കുന്നത്. ചിന്നഭസ്വപ്ന നഗരി. ഈ ബാഹ്യപ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ച ദൃശ്യങ്ങൾ ചിത്താകുന്ന നഭസ്സിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു സ്വപ്ന നഗരം പോലെയാണ്. ആകാശ നഗരമാണ് സെലസ്റ്റിയൽ സിറ്റി. ആകാശത്തിൽ എങ്ങനെയാണ് നഗരം പ്രത്യക്ഷപ്പെടുക? സാധ്യമല്ല. പക്ഷേ നമ്മുടെ ഭൂമി നോക്കൂ. ഈ ഭൂമി എവിടെയാ ചുറ്റിത്തിരിയുന്നത്? ശൂന്യാകാശത്തിൽ. അതിർവരമ്പുകളില്ലാത്ത ഒരു അനന്തമായ ആകാശത്തിലാണ് ഭൂമിയുടെ ഭ്രമണം. ഈ ഭൂമിയിലാണല്ലോ നഗരങ്ങളും മഹാനഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്വപ്ന നഗരത്തിലാണ് അല്ലെങ്കിൽ ഒരു ആകാശ നഗരത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? ഇല്ല. ഒരു സ്വപ്ന നഗരത്തിലാണ്. അല്ലെ, സ്വപ്നം എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ ഉണർന്നിരിക്കുകയാണ്. വേണ്ട, ഒരു ഗന്ധർവ നഗരം, ആകാശത്തിലെ ഒരു നഗരം. ആകാശത്തിൽ എങ്ങനെയാ നഗരം കാണപ്പെടുക? ആകാശത്തിലാണല്ലോ ഭൂമി ചുറ്റിത്തിരിയുന്നത്. ആ ഭൂമിയിലാണല്ലോ നഗരങ്ങൾ. ആ നഗരങ്ങളിലാണല്ലോ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ കഴമ്പില്ലാത്ത ഒരു കാഴ്ചയാണ് ഈ പ്രപഞ്ചം. അത് നല്ലതുപോലെ ഉള്ളിൽ ചിന്തിച്ചുറപ്പിക്കുക. ചിന്നഭസ്വപ്ന നഗരീ ദൃശ്യമാനാഭിശൂന്യകം. ഈ പ്രപഞ്ചം വ്യക്തമായി നമ്മുടെ അനുഭവമണ്ഡലത്തിൽ ഉണ്ടെങ്കിലും ഇത് ശൂന്യമാണ്. ശൂന്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നല്ല, കഴമ്പില്ലാതെ ഉള്ളതുപോലെ കാണപ്പെടുന്നത്. അടുത്ത് ചെന്ന് പരിശോധിച്ചാൽ അങ്ങനെയൊന്നില്ല. തത്വദൃഷ്ടിയിലൂടെ പ്രപഞ്ചത്തെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിന് വാസ്തവികത ഇല്ലേയില്ല. ആ അർത്ഥത്തിലാണ് പ്രപഞ്ചത്തെ ശൂന്യം എന്ന് പറയുന്നത്. വസ്തുസത്തയില്ലാത്ത കാഴ്ച, ഇന്ദ്രജാലമോ സ്വപ്ന പദാർത്ഥങ്ങളോ പോലെ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നത്. തസ്യാജ്ഞസ്യ കിയത്കാലം കിം രൂപാ സ്യാത് കിമാത്മിക കിയതീ സാ ച വേദ്യേവം മുനേ മേ കഥ്യതാം പുനഃ. രാമൻ പ്രപഞ്ചത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവിദ്യയാണ് ദൃശ്യരൂപത്തിൽ കാണപ്പെടുന്നത്. പദാർത്ഥങ്ങളുടെ രൂപത്തിൽ ജീവന്റെ ഉള്ളിലുള്ള അവിദ്യ തന്നെയാണ് പ്രകടമാകുന്നത്. ഈ പ്രപഞ്ചം ചിദാകാശത്തിൽ കാണപ്പെടുന്ന ഒരു സ്വപ്ന നഗരം പോലെയാണ്. ഇത് കാണപ്പെട്ടാലും ഇല്ലാത്തതാണ്, മിഥ്യയാണ്, മായയാണ്. ഇത് രാമന്റെ അഭിപ്രായമാണ്. രാമൻ വസിഷ്ഠനിൽ നിന്നും ഗ്രഹിച്ച ഒരു സത്യത്തെയാണ് രാമൻ ആദ്യം അവതരിപ്പിക്കുന്നത്. ഇനി രാമന്റെ ചോദ്യത്തിലേക്ക് വരാം. തസ്യാജ്ഞസ്യ കിയത്കാലം കിം രൂപാ സ്യാത് കിമാത്മിക. അജ്ഞന്മാരുടെ ഉള്ളിലാണ് എപ്പോഴും അവിദ്യ പ്രകാശിക്കുന്നത്. ഈ അവിദ്യ അജ്ഞാനികളുടെ ഉള്ളിൽ എത്ര കാലം നിലനിൽക്കും? ഇത് എപ്പോഴാണ് ഇല്ലാതാവുന്നത്? ഇതിന് കാലപരിമിതിയുണ്ടോ? അതായത് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മരുന്നുകൾക്ക് മറ്റും നമ്മൾ എക്സ്പയറി ഡേറ്റ് ഇല്ലേ? അതായത് ഒരു പ്രത്യേക തീയതിക്ക് ശേഷം അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ ഈ അവിദ്യ എത്ര കാലം ഒരു ജീവന്റെ ഉള്ളിലുണ്ടാവും? കുറേ കാലം കഴിഞ്ഞ് അത് തന്നെ അങ്ങ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് വിശേഷിച്ച് എന്തെങ്കിലും പരിശ്രമം ആവശ്യമുണ്ടോ എന്നാണ് രാമൻ ഉദ്ദേശിക്കുന്നത്.
എത്ര കാലം ജീവന്മാരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അജ്ഞാനികളുടെ ഉള്ളിൽ ഈ അവിദ്യ തങ്ങി നിൽക്കും? കിം രൂപ, എന്താണ് ഈ അവിദ്യയുടെ സ്വരൂപം? ഈ അജ്ഞാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? സ്യാത് കിമാത്മിക, എന്താണ് അവിദ്യയായി പ്രകടമാകുന്നത്? ഈ അവിദ്യയുടെ സ്വരൂപം അല്ലെങ്കിൽ സ്വഭാവം തന്നെ എന്താണ്? കിയതീ സാചവാ ഇത്യേവം, ഈ അവിദ്യ എത്ര കണ്ട് വ്യാപിച്ചിരിക്കുന്നു? ഇതിന് എത്രത്തോളം വ്യാപിക്കാനുള്ള കഴിവുണ്ട്? ഇത്യേവം മുനേ മേ കഥ്യതാം പുനഃ, ഈ കാര്യമൊക്കെ അങ്ങ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു. ഈ അവിദ്യയെക്കുറിച്ചും അവിദ്യയുടെ വൈഭവത്തെക്കുറിച്ചും അവിദ്യ എങ്ങനെയാണ് ജീവന്മാരുടെ ഉള്ളിൽ പ്രകടമാകുന്നത്, അതെങ്ങനെയാണ് ജീവന്മാരെ വട്ടം കറക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ എനിക്ക് വീണ്ടും ആ അവിദ്യാ പ്രഭാവത്തെ അങ്ങയുടെ മുഖത്തിൽ നിന്ന് കേൾക്കണം. രാമൻ്റെ ചോദ്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 2 പദ്യങ്ങളുടെ വ്യാഖ്യാനം കൂടെ വായിക്കാം. വർണ്ണിതായാഹ സംസൃതിരൂപായ അവിദ്യായാസ്തത്വജ്ഞാനേന ത്രൈകാലിക സത്വാപത്തിലക്ഷണം ബാധം വിനാപി ദേശതഃ കാലതഃ വാ അന്തഃ സംഭവതി ന വാ ഇതി സന്ദിഹാനോ രാമഃ പൃച്ഛതി. രാമന്റെ ചോദ്യം, സംസാരം അതെന്താണ് എന്ന് വസിഷ്ഠ മഹർഷി പല കഥകളിലൂടെയും രാമനെ പറഞ്ഞു കേൾപ്പിച്ചു കഴിഞ്ഞു. ഈ സംസാരമായി പ്രപഞ്ച ദൃശ്യമായി കാണപ്പെടുന്നത് അവിദ്യയാണ്. ഈ അവിദ്യയെ തത്വജ്ഞാനേന ത്രൈകാലിക സത്വാപത്തിലക്ഷണം ബാധം വിനാപി, ഈ അവിദ്യ ത്രൈകാലിക 3 കാലത്തും നിലനിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവരുടെ ഉള്ളിലും നിരന്തരം അഴിവില്ലാതെ സ്ഥിതി ചെയ്യുന്നതാണ് ഈ അവിദ്യ. അതിനെ നശിപ്പിക്കാത്തിടത്തോളം അത് തനിയെ നശിക്കുമെന്ന് കരുതാൻ നിർവാഹമില്ല. നിങ്ങൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ചേ പറ്റൂ. പുരുഷപ്രയത്നത്തിലൂടെ അവിദ്യ നശിപ്പിക്കപ്പെടുമ്പോഴാണ് ആത്മജ്ഞാനം ഉള്ളിലുദിക്കുന്നത്. അല്ലാതെ കാലപ്പഴക്കം കൊണ്ട് ഈ അവിദ്യ തനിയേ ഇല്ലാതാവും എന്ന് കരുതാൻ പറ്റില്ല. അതുകൊണ്ട് അവിദ്യാനാശത്തിനായി വിവേകികൾ പ്രയത്നിക്കുക തന്നെ വേണം. 3 കാലത്തും നിലനിൽക്കുന്നതാണ്. ഭൂതകാലത്തിലുമുണ്ട്, വർത്തമാനകാലത്തിലുമുണ്ട്, ഭാവിയിലും ഉണ്ടാവും. സത്വാപത്തി ലക്ഷണം ഉള്ളതുപോലെയാണ് ഈ അവിദ്യ പ്രകടമാകുന്നത്. തൻ്റെ ഉണ്മയെ എനിക്കറിഞ്ഞുകൂടാ എന്ന ഭാവത്തിൽ അത് പ്രകടമാക്കും. നമ്മുടെ ഉള്ളിൽ അവിദ്യയുണ്ടോ ഇല്ലയോ എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? നമ്മോട് ഒരാളൊരു ചോദ്യം ചോദിക്കുന്നു, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നു എന്ന് വിചാരിക്കുക. അത് ഭൗതിക വിഷയമായാലും ശരി, അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചുള്ള ചോദ്യമായാലും ശരി. ചില കാര്യങ്ങൾ നമുക്കറിയാം, അറിഞ്ഞതിൻ്റെ എത്രയോ ഇരട്ടി അറിയപ്പെടാതെ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ എനിക്കറിഞ്ഞൂടാ, ഈ ചിന്തയ്ക്ക് കാരണം ഉള്ളിലെ അവിദ്യയാണ്. സർവജ്ഞനായ ദൈവം ഒരിക്കലും ഒന്നും തനിക്കറിഞ്ഞൂടാ എന്ന് പറയാറില്ല. ജീവന്മാരാണ് ചിലതറിയാം പലതറിഞ്ഞൂടാ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ അറിവില്ലായ്മ എങ്ങനെയാണ് സത്യമായി തീരുന്നത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ പ്രകടനമാണ് മനുഷ്യർ പറയുന്ന എനിക്കറിഞ്ഞൂടാ എന്നുള്ള വാക്യം. ആ അവിദ്യ ബാധം വിനാപി, അത് ബാധിക്കപ്പെടാതെ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാതെ ദേശതഃ കാലതഃ വാ അന്തഃ സംഭവതി ന വാ ഇതി സന്ദിഹാനഃ, ദേശം കൊണ്ടോ കാലം കൊണ്ടോ അത് നശിപ്പിക്കപ്പെടുമോ ഇല്ലയോ. ദേശം കൊണ്ട് നശിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെയുണ്ട്, ഇവിടെ എൻ്റെ ഉള്ളിൽ അവിദ്യയുണ്ട്. ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ, ഉദാഹരണത്തിന് മരിച്ചുപോയി സ്വർഗത്തിലോ
അല്ലെങ്കിൽ മറ്റൂർധ്വലോകങ്ങളിലോ ചെന്നാൽ ഈ അവിദ്യ നശിക്കുമോ? ദേശം കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന ഒന്നാണോ ഈ അവിദ്യ? അതുപോലെ കാലം കൊണ്ട്, സമയം കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന ഒന്നാണോ? സമയത്താൽ ബാധിക്കപ്പെടുന്ന ഒന്നാണോ? സമയത്താൽ ബാധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ അവിദ്യയുണ്ട്, ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ ഈ അവിദ്യ തനിയെ തുരുമ്പ് പിടിച്ച് ദ്രവിച്ചില്ലാതാവുമോ? വസ്തുക്കളൊക്കെ നശിക്കുന്നത് പോലെ കാലപ്പഴക്കം കൊണ്ട് വസ്തുക്കൾ നശിക്കുന്നുണ്ടല്ലോ, അതുപോലെ ദ്രവിച്ച് തുരുമ്പിച്ച് ഇല്ലാതായി ചീഞ്ഞ് ഇല്ലാതാവുന്ന ഒന്നാണോ ഈ അവിദ്യ? ദേശം കാലം കൊണ്ട് നഷ്ടമാകുന്ന ഒന്നാണോ അവിദ്യ? അങ്ങനെ അത് നഷ്ടമാകുമോ ഇല്ലയോ? ദേശം കൊണ്ടോ കാലം കൊണ്ടോ ഈ അവിദ്യ നഷ്ടമാകുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന രാമനാണ് വസിഷ്ഠനോട് ചോദ്യം ചോദിക്കുന്നത്. ഇയം ചിന്നഭഃ സ്വപ്നനഗരി സ്വപ്നനഗരി വിദ്യമാനാവി ശൂന്യഭൂത ദൃശ്യരൂപ അവിദ്യ യസ്യ പുംസഃ അബാധാത് കചന്തി വിദ്യത്തെ തസ്യ അജ്ഞസ്യ സാ കിയത്കാലം സ്യാത് കിം രൂപാ സ്യാത് കിമാത്മികാ ച സ്യാത് ദേശതശ്ച കിയതീവാ സ്യാത് ഇത്യേവം പുനർമേ ത്വയാ കഥ്യതാമിതി ദ്വയോരന്വയഃ. ആദ്യത്തെ 2 പദ്യങ്ങൾക്ക് ചേർത്ത് അർത്ഥം പറഞ്ഞിരിക്കുകയാണ്. ചിതാകാശത്തിലെ സ്വപ്നം പോലെ അല്ലെങ്കിൽ സ്വപ്ന നഗരം പോലെ കാണപ്പെടുന്നതാണ്, കഴമ്പില്ലാത്തതാണ് ഈ പ്രപഞ്ചം, ദൃശ്യപ്രപഞ്ചം. അത് അവിദ്യയുടെ തന്നെ പ്രകടനമാണ്. ഈ അവിദ്യ ഏതൊരു വ്യക്തിയുടെ ഉള്ളിൽ ബാധിക്കപ്പെടാതെ തുടർന്ന് പ്രകാശിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ, അവിദ്യ നശിപ്പിക്കപ്പെടാതെ അത് ആരുടെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നുവോ, തസ്യ അജ്ഞസ്യ ആ അജ്ഞാനിയുടെ ഉള്ളിൽ ഈ അവിദ്യ കിയത് കാലം സ്യാത് എത്ര കാലം നിലനിൽക്കും, കിം രൂപ സ്യാത് അതിൻ്റെ സ്വരൂപം എന്താണ്, കിമാത്മികാ ച സ്യാത് അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ, അത് എവിടെ നിന്നാണ് പൊന്തുന്നത് എന്നൊക്കെയാണ് രാമന്റെ ചോദ്യം. ദേശതശ്ച കിയതീവ ഇത് ദേശത്തിൽ വ്യാപിക്കുന്നതാണോ? അതായത് എത്ര ദൂരം ഈ അവിദ്യ വ്യാപിക്കുന്നു? അഖണ്ഡമായ അല്ലെങ്കിൽ അനന്തമായ ആകാശത്തിൽ ഈ അവിദ്യയുടെ വ്യാപ്തി എത്രത്തോളമുണ്ട്? ദേശതശ്ച കിയതീവാ സ്യാത് ഇത്യേവം പുനർമേ ത്വയാ കഥ്യതാമിതി. ഈ അവിദ്യയുടെ വ്യാപ്തി, അവിദ്യയുടെ പ്രഭാവത്തെ വർണ്ണിക്കുന്ന ഒരു കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം, ഇത് എന്തൊക്കെ ഗുലുമാലാണ് ഒപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തെ വ്യക്തമാക്കി തരാനാണ് ഈ കഥ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ അവിദ്യയുടെ വ്യാപ്തി എത്രത്തോളം അത് വ്യാപിച്ചിരിക്കും, ആരെയൊക്കെ ഈ അവിദ്യ ഇതിനു മുമ്പ് പിടികൂടിയിട്ടുണ്ട്, ഈ അവിദ്യയുടെ പിടിയിൽപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ, എത്ര കണ്ടുണ്ട് ഇതിൻ്റെ ശക്തി, കരുത്ത്, ഇതൊക്കെയാണ് രാമൻ അറിയേണ്ടത്. ഇത് വീണ്ടും അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. ഇതൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞ വിഷയങ്ങളാണ്, പക്ഷേ എനിക്ക് വീണ്ടും കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. പഠിച്ചവർ തന്നെ വീണ്ടും വീണ്ടും പഠിക്കുന്ന ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് പോലെ. ഒരു ട്യൂട്ടോറിയലിൻ്റെ പരസ്യം എങ്ങനെയാണ്? പഠിച്ചവർ തന്നെ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ ആരും പാസ്സാവുന്നില്ല എന്നർത്ഥം. ആ പഠിച്ചവരാരും രക്ഷപ്പെട്ടു പോകുന്നില്ല, വിജയിക്കുന്നില്ല. അപ്പോൾ അവർ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അങ്ങ് പറഞ്ഞു തന്നു കഴിഞ്ഞ കാര്യമാണ്, പക്ഷെ ഒന്നുകൂടെ കേൾക്കാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നു, അതുകൊണ്ട് വീണ്ടും പറയൂ എന്നാണ് വസിഷ്ഠ മഹർഷിയോട് ശ്രീരാമൻ ആവശ്യപ്പെടുന്നത്. വസിഷ്ഠ മഹർഷി രാമന്റെ ചോദ്യത്തിനുള്ള മറുപടി നൽകാൻ ആരംഭിക്കുന്നു. ശ്രീ വസിഷ്ഠ ഉവാച അവിദ്യാ വിദ്യതേ യേഷാം അജ്ഞാനാം ഭൂതലാദികാ തേഷാമസ്യാം ബ്രഹ്മണീവ നാസ്ത്യന്തോത്ര കഥാം ശൃണു
ആരുടെ ഉള്ളിലാണോ ഈ അവിദ്യയുള്ളത് അവരെയാണ് അജ്ഞാനികൾ എന്ന് പറയുന്നത്. അജ്ഞാനം തന്നെയാണ് അവിദ്യ, അത് തന്നെയാണ് അറിവില്ലായ്മ. ആ അറിവില്ലായ്മ ആരുടെ ഉള്ളിലുണ്ടോ ആ വ്യക്തികൾക്ക് അഥവാ അജ്ഞാനികൾക്ക് ഭൂതലാദിക, ഭൂമി മുതലായ പ്രപഞ്ച ദൃശ്യങ്ങളായി, ഭൂമി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ ഒരെണ്ണത്തിനെ മാത്രം എടുത്തു പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം അജ്ഞാനികൾക്കാണ് സത്യമെന്ന പോലെ അനുഭവപ്പെടുന്നത്. തേഷാം അസ്യാം ബ്രഹ്മണീവ നാസ്ത്യന്തഃ, ബ്രഹ്മത്തിന് എങ്ങനെയാണോ അന്തമില്ലാത്തത് അതുപോലെ ആദിയുമില്ലാത്തത്, ആദ്യന്തങ്ങളില്ലാത്ത സത്തയാണ് ബ്രഹ്മം അഥവാ ബോധം. ആ ബ്രഹ്മത്തിന് എങ്ങനെയാണോ ആദ്യന്തങ്ങളില്ലാത്തത് അതുപോലെ രാമ അജ്ഞാനികളുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിനും ആദ്യന്തങ്ങളില്ല എന്ന് തുടങ്ങി ഈ അവിദ്യ. ഇത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചത്, എപ്പോ, കൃത്യമായ ഒരു സമയം പറയാൻ നിവൃത്തിയില്ല. അനാദിയാണ് അവിദ്യ. ആത്മതത്വവും അതുപോലെ അനാദിയാണ്. ആത്മാവ് നശിക്കാത്തതാണ്. അതുപോലെ ഈ അവിദ്യയും നശിക്കാത്ത ഒന്നാണോ? നശിക്കാത്ത ഒന്നാണെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയല്ല, അത് അനാദിയാണെങ്കിലും അന്തത്തോടു കൂടിയതാണ്. അത് എന്ന് തുടങ്ങി എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കടന്നു കൂടിയത് ഇതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ജ്ഞാനത്തിലൂടെ അത് തീർച്ചയായും നശിപ്പിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതിന് അന്തമുണ്ട് എന്നാണ്. സാധാരണ ആദിയില്ലാത്തതിന് അന്തമില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ അവിദ്യയുടെ കാര്യത്തിൽ ആദിയില്ല, പക്ഷെ അന്തമുണ്ട്. ബ്രഹ്മത്തിൻ്റെ കാര്യത്തിൽ ആദിയും മധ്യവും അന്തവും ഒന്നുമില്ല, ഒരു കുന്തവും ഇല്ല ബ്രഹ്മത്തിൽ. അത് എന്നും നിലനിൽക്കുന്ന സത്യവസ്തുവാണ്. രാമ ബ്രഹ്മത്തെ പോലെ തന്നെ ബ്രഹ്മശക്തിയായ ഈ അവിദ്യയ്ക്കും വ്യാപ്തിയുടെ കാര്യത്തിൽ പരിമിതികളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അത് സകലരെയും ഒരുപോലെ പിടികൂടിയിരിക്കുന്നു. പണ്ഡിതനെന്നോ പാമരനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ പഠിച്ചവനെന്നോ പഠിക്കാത്തവനെന്നോ അങ്ങനെയുള്ള ഒരു ഭേദവുമില്ല. ദേവനെന്നോ മനുഷ്യനെന്നോ അസുരനെന്നോ ഗന്ധർവന്മാരെന്നോ യക്ഷ കിന്നരന്മാരെന്നോ ഒരു വ്യത്യാസവുമില്ല. സകലരുടെയും ഉള്ളിൽ ഈ അവിദ്യ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അവിദ്യയെ ഒരാൾ വിവേകത്തിലൂടെ ബോധപൂർവമായി നശിപ്പിക്കാത്തിടത്തോളം ഇതിന് അന്തമില്ല എന്ന് തന്നെ പറയണം. അത് തനിയേ ഇല്ലാതാവില്ല. കാലം കൊണ്ട് നഷ്ടമാകുന്ന ഒന്നല്ല ഈ അവിദ്യ. പക്ഷേ ഈ കാര്യം നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു കഥയിലൂടെ ഞാനത് വ്യക്തമാക്കാം. കഥയിലൂടെ കാര്യങ്ങൾ പറയുമ്പോഴാണ് കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാവുന്നത്. അത്ര കഥാം ശൃണു, ഞാനൊരു കഥ പറയാം രാമ, കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗയ്ക്ക് എന്ന് പറയുന്നത് പോലെ കുട്ടികളാണ് കഥ കേൾക്കുന്നത്. നമുക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളും അവിവേകികളായ ബാലന്മാരാണ് എന്ന് മനസ്സിലാക്കണം. വാസ്തവത്തിൽ തത്വകഥനം കേട്ട് രസിക്കുകയാണ് വേണ്ടത്. കഥ കേട്ട് രസിക്കുന്ന സ്വഭാവം ബാലന്മാർക്കാണ്. പക്ഷേ എന്തു ചെയ്യാം, അറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും ശിശുക്കളാണ്, ബാലന്മാരെ പോലെയാണ്. അതുകൊണ്ട് കഥ കേൾക്കുന്നത് വലിയവർക്കും ഇഷ്ടമാണ്. നമ്മളാരും ജ്ഞാനത്തിൽ വൃദ്ധന്മാരല്ലെങ്കിലും വയസ്സുകൊണ്ട് അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് വൃദ്ധന്മാരാണ്. അറിവ് വളർന്നിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ കുട്ടികളെ പോലെയാണ്. എന്തായാലും ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ്. തത്ര സംശയദ്വിതീയ കോടിം പരിഗൃഹ്യ വസിഷ്ഠഃ തത് പ്രതിഷ്ഠാപനായ പ്രഥമം വിപശ്ചിത് കഥാം ശ്രാവയിതും രാമം
അവധാപയതി അവിദ്യേതി. രണ്ടാമത്തെ സംശയത്തിനുള്ള മറുപടിയാണ് വസിഷ്ഠ മഹർഷി ആദ്യം പറയുന്നത്. അതായത് രണ്ടാമത്തെ സംശയം എന്താണ്? ഇത് ഏത് സ്വരൂപത്തോടു കൂടിയതാണ്? ഈ അവിദ്യയുടെ സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ പ്രകടനം എങ്ങനെയാണ്? അതാണ് ആദ്യം പറയുന്നത്. പ്രഥമം വിപശ്ചിത് കഥാം ശ്രാവയിതും. വിപശ്ചിത് കഥ, വിപശ്ചിത് എന്നുള്ള വാക്കിന് വിദ്വാൻ, പണ്ഡിതൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഒരു വിപശ്ചിത്തിൻ്റെ, ഒരു പണ്ഡിതൻ്റെ കഥയാണ് പറഞ്ഞു കേൾപ്പിക്കാൻ പോകുന്നത്. ബ്രഹ്മണി യഥാ ദേശതഃ കാലതോ വാ അന്തോ നാസ്തി തദ്വത് അസ്യാമപി നാസ്തി. ബ്രഹ്മത്തിൽ ദേശകാലങ്ങൾ യഥാർത്ഥത്തിലില്ല. ദേശവും കാലവും അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെട്ടവയാണ്. ആ ബ്രഹ്മത്തിൽ ബ്രഹ്മം ദേശത്താലോ കാലത്താലോ പരിമിതമാകുന്നില്ല. അതുപോലെ അസ്യാമപി നാസ്തി, ഈ അവിദ്യയും ദേശകാലങ്ങൾ കൊണ്ട് പരിമിതമല്ല. അതായത് ദേശം മാറിയതുകൊണ്ടോ കാലപ്പഴക്കം കൊണ്ടോ അവിദ്യയെ ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിവേകാനന്ദ സ്വാമിയുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശങ്കരാചാര്യ സ്വാമി ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ മോക്ഷം നേടിയേനെ എന്നുള്ള ധാരണ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ശുദ്ധ വിഡ്ഢിത്തമാണ്. ജ്ഞാനം നേടാനുള്ള സാധ്യത എപ്പോഴും നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. നമ്മൾ അതിനെ പ്രയോഗിക്കുന്നില്ല. നമ്മുടെ വിവേകത്തെ വേണ്ടവണ്ണം പ്രയോഗിച്ച് അവിദ്യാനാശം സാധ്യമാക്കുന്നില്ല. അപ്പോൾ വിപശ്ചിത്തിൻ്റെ കഥ, വിപശ്ചിത്ത് പണ്ഡിതൻ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചക്രവർത്തിയാണ് ആ പണ്ഡിതൻ. പണ്ഡിതനായ ഒരു ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ കഥയാണ് പറയാൻ തുടങ്ങുന്നത്. അത്ര അസ്മിന്നർത്ഥേ ഉപവാദികാം വക്ഷ്യമാണ കഥാം ശൃണു ഇത്യർത്ഥഃ. ഈ കാര്യം എന്ന് പറഞ്ഞാൽ അവിദ്യ എത്ര കണ്ട് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കഥ പറയാൻ പോകുന്നു, നീ കേട്ടോളൂ. സദൃശം ജഗതോസ്യാസ്തി ക്വചിദംബരകോണകേ കസ്മിംശ്ചിത് ജഗത് കിഞ്ചിദനയൈവ വ്യവസ്ഥയാ. രാമ, നമ്മുടെ ഈ ഭൂമിയെപ്പോലെ ഏതാണ്ട് ഇതേ ഘടനയുള്ള ഒരു ലോകത്തിലാണ് ഞാൻ പറയാൻ പോകുന്ന കഥ നടക്കുന്നത്. സദൃശം ജഗതഃ അസ്യ, ഈ ലോകത്തെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയെപ്പോലെ ക്വചിത് അംബരകോണകേ, അമ്പരത്തിൻ്റെ ഒരു ഒഴിഞ്ഞ മൂലയിൽ, അനന്തമായ ആകാശത്തിൻ്റെ ഒരൊഴിഞ്ഞ കോണിൽ, കസ്മിംശ്ചിത് ത്രിജഗത് കിഞ്ചിത്, അവിടെയും ഭൂമി, സ്വർഗം, പാതാളം, ഈ 3 ലോകസങ്കല്പങ്ങളുണ്ട്. അതിൽ നടുക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ഭൂമി. ഭൂമിയുടെ മുകളിൽ സ്വർഗം, ഭൂമിയുടെ താഴെ പാതാളം. അതാണല്ലോ നമ്മുടെ സങ്കല്പം. ത്രിഭുവനങ്ങളോട് കൂടിയ ഒരൊഴിഞ്ഞ ആകാശത്തിൻ്റെ കോണിൽ നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെ ഒരു ലോകം ഉണ്ട്. കിഞ്ചിത് അനയൈവ വ്യവസ്ഥയ, അവിടെയുള്ള വ്യവസ്ഥ, അവിടെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ളതുപോലെയുള്ള ജീവികളും മലകളും നദികളും സമുദ്രങ്ങളും എല്ലാം അവിടെയും ഉണ്ട്. ഇവിടുത്തെ പോലെ മരങ്ങളുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്, കൃമികീടങ്ങളുണ്ട്, എല്ലാം ഈ ഭൂമിയെ പോലെ തന്നെ ഒരു ലോകം ഈ അനന്തമായ ആകാശത്തിൻ്റെ ഒരു കോണിൽ ഉണ്ട്. താമേവ പ്രസ്തൗതി സദൃശമിതി ലോകാലോക കളധൗത ശിലാപ്രായേ കസ്മിംശ്ചിത് വസ്തുനി സ്ഥിതേ ചിദംബരസ്യ കോണകേ തത്രാപി ക്വചിത് പ്രദേശേ അസ്യ ജഗതസ്ത്രൈലോക്യസ്യ സദൃശം കിഞ്ചിത് ത്രിജഗദനയൈവൈതത് ജഗത് പ്രസിദ്ധയാ ഭുവനദ്വീപദേശ
കാലാദിവ്യവസ്ഥയാ മര്യാദയാ അസ്തി. നമ്മുടെ ലോകത്തുള്ള എല്ലാം അവിടെയുണ്ട്. സ്വർണവർണ്ണമായ ഒരു പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് നമ്മുടെ ഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പുരാണ സങ്കല്പം. സ്വർണവർണ്ണമായ ഒരു പർവ്വതം അല്ലെങ്കിൽ ശില എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മം തന്നെയാണ്. സദാ പ്രകാശിക്കുന്നത്, അനുഭവ സ്വരൂപമായി പ്രകാശിക്കുന്ന ആ ബ്രഹ്മത്തിൽ ആകാശത്തിൻ്റെ ഒരു ഭ്രമം കാണപ്പെടുന്നു. അത് ചിത്ത് തന്നെയാണ്. ചിത്തിൽ തന്നെയാണ് ഈ ആകാശത്തിൻ്റെ തോന്നലുണ്ടാകുന്നത്. ആ ആകാശത്തിൻ്റെ ഒരൊഴിഞ്ഞ മൂലയ്ക്ക് ക്വചിത് പ്രദേശേ, ഇത് എവിടെയാണെന്ന് മാത്രം പറയുന്നില്ല വസിഷ്ഠ മഹർഷി. ഇതുപോലെ ഒരു ലോകം, ആ ലോകത്തിൽ ഒരു സ്ഥലത്ത്, ഇങ്ങനെ പറയുന്നുള്ളൂ. ഒരു പ്രദേശത്തിൽ അസ്യ ജഗതസ്ത്രൈലോക്യസ്യ സദൃശം, ഇവിടെ എങ്ങനെയാണോ ത്രിലോകങ്ങളുള്ളത്, ഭൂമി, സ്വർഗം, പാതാളം, അതുപോലെ അവിടെയും ത്രിലോകങ്ങളുണ്ട്, ത്രിഭുവനങ്ങളുണ്ട്. കിഞ്ചിത് ത്രിജഗത് അനയൈവ ഏതത് ജഗത് പ്രസിദ്ധയ, നമ്മുടെ ഈ ലോകം, ഈ ഭൂമിയും സ്വർഗവും പാതാളവും ഉള്ളതുപോലെ അവിടെയും ത്രിഭുവനങ്ങളുണ്ട്. ഭുവനദ്വീപ ദേശകാലാദിവ്യവസ്ഥയ, നമ്മുടെ ഈ ലോകത്ത് അനേകം ദ്വീപുകളുണ്ട്. 7 ദ്വീപുകൾ അല്ലെങ്കിൽ 7 വൻകരകളുണ്ടെന്നാണ്. അതുപോലെയുള്ള വൻകരകൾ എൻ്റെ കഥയിലുള്ള ആ ലോകത്തിലും ഉണ്ട്. അവിടെയും ദേശകാലങ്ങൾ ഇതുപോലെ തന്നെയാണ്. അവിടെയും ടൈം, സ്പേസ് തുടങ്ങിയ ആശയങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് ഞാൻ പറയാൻ പോകുന്ന കഥ നടക്കുന്നത്. അസ്തി കശ്ചിത് ഭുവോ ഭാഗോ ഭൂഷണം തത്ര ഭൂസ്ഥിതേഃ പുരീ തതമിതിർനാംന സുവ്യക്ത കലനാവനവും. ആ ഭൂമിയുടെ ഒരു കോണിൽ ഭൂമിക്ക് തന്നെ അലങ്കാരമായി വിളങ്ങുന്ന ഒരു നഗരമുണ്ട്. ആ നഗരത്തിൻ്റെ പേരാണ് തതമിതി. എന്ത് പേര് വേണമെങ്കിലും വെക്കാമല്ലോ. തതമിതി, വ്യാപിച്ചു കിടക്കുന്ന പരിമിതി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പരിമിതിയും വ്യാപ്തിയും എങ്ങനെ ഒത്തുപോകും? പരസ്പരം യോജിക്കുമോ? അപരിമിതമായതിനെയാണ് വ്യാപ്തം എന്ന് പറയുന്നത്. തതമിതി എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു കിടക്കുന്ന പരിമിതി. പരസ്പര വൈരുദ്ധ്യമില്ലേ അതിൽ? അതാണ് ആ നഗരത്തിൻ്റെ പേര്. അങ്ങനെ ഒരു നഗരം ആ ലോകത്തുണ്ടായിരുന്നു. സുവ്യക്ത കലനാവനവും, വളരെ വ്യക്തമായ വ്യവസ്ഥകൾ ഈ ലോകത്തിലുള്ളതുപോലെ അവിടെയും ഉണ്ടായിരുന്നു. തത്ര ജംബൂദ്വീപലക്ഷണായ ഭൂസ്ഥിതേർ ഭൂഷണഭൂതഃ കശ്ചിത് ഭുവോ ഭാഗഃ അസ്തി. നമ്മുടെ ഭാരതം സ്ഥിതി ചെയ്യുന്നത് ജംബൂദ്വീപം എന്ന വൻകരയിലാണ്. അതിനെ ഏഷ്യ എന്ന് ഇപ്പോഴുള്ള ഭൂമിശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അതല്ല, അതൊക്കെ താത്വികമായ അർത്ഥം ആണ് നമ്മൾ അതിനൊക്കെ സ്വീകരിക്കേണ്ടത്. എന്തായാലും ജംബൂദ്വീപം എന്നാണ് ഭാരതം സ്ഥിതി ചെയ്യുന്ന വൻകരയുടെ പേര്. ഭാരതം സ്ഥിതി ചെയ്യുന്ന വൻകര ഏഷ്യയാണ് എന്ന് നമ്മൾ ഭൂമിശാസ്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജംബൂദ്വീപം എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യയാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ജംബൂദ്വീപത്തിലാണ് ഭാരതം സ്ഥിതി ചെയ്യുന്നത്. ഭൂസ്ഥിതേഹേ ഭൂഷണഭൂതഃ, ഈ ഭൂമിക്ക് തന്നെ ഒരു ഭൂഷണമായി വർത്തിക്കുന്ന, അലങ്കാരമായി തീർന്നിരിക്കുന്ന കശ്ചിത് ഭുവഃ ഭാഗഃ അസ്തി, ഒരു പ്രദേശമുണ്ട്. തത്രാപി ഗിരിവപ്രബാലുകാദികൃത വൈഷമ്യാഭാവാൻ നര ഗജതുരക രഥാദീനാം സുവ്യക്ത സഞ്ചാരാദിവ്യവഹാരകലന യസ്യാം സംഭവതി തഥാവിധായാം അവനൗ സമഭൂമൗ നാംനാ തതമിതി ഇതി പ്രസിദ്ധ പുരി അസ്തീത്യർത്ഥ. അവിടെ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാം അവിടെയും ഉണ്ട്. അതായത് നമ്മുടെ ഭൂമിയോട് വളരെയധികം സാദൃശ്യമുള്ള
ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ എന്തൊക്കെയുണ്ട്? ഗിരി പർവ്വതങ്ങളുണ്ട്, വപ്രം താഴ്വരകളുണ്ട്, വാലുക മണലുണ്ട്. ഇതുപോലെ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും അവിടെയുമുണ്ട്. ഇവ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ആ ലോകത്തിലുണ്ടെന്നാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് ജീവന്മാർക്ക് എന്തെന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ടുകളും അതുപോലെ ആ ലോകത്തിലുണ്ട്. വാലുകാധികൃത വൈഷമ്യ അഭാവാത്, അങ്ങനെയുള്ള വൈഷമ്യങ്ങൾ അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഇല്ല. ഇവിടെയുള്ള വസ്തുക്കളൊക്കെ അവിടെ ഉണ്ടെങ്കിലും നമ്മൾ അനുഭവിക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ആ ലോകത്തിലില്ല. നര ഗജ തുരക രഥാദീനാം സുവ്യക്ത സഞ്ചാരാദി വ്യവഹാര കലന, അവിടെ മനുഷ്യരുണ്ട്, ആനകളുണ്ട്, കുതിരകളുണ്ട്, തേരുകളുണ്ട്. ഇവിടെയുള്ള എല്ലാം പഴയ കാലത്തിൽ ഇതൊക്കെയാണല്ലോ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നത്. അതൊക്കെ അവിടെയുണ്ട്. ഇവയ്ക്കൊക്കെ സഞ്ചരിക്കാനുള്ള വ്യക്തമായ വഴികളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാട്ടിലാണ് മൃഗങ്ങൾ സഞ്ചരിക്കുന്നത്, അതുപോലെ രഥം സഞ്ചരിക്കാൻ രഥവീഥി. ഇങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം സ്ഥലം ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു നിരപ്പായ പ്രദേശത്തിൽ, സമഭൂമവും ഒരു സമതല പ്രദേശത്തിൽ തതമിതി എന്ന പേരോടുകൂടിയ പ്രസിദ്ധമായ ഒരു നഗരം ഉണ്ട്. അസ്തി കശ്ചിത് ഭുവോ ഭാഗോ ഭൂഷണം തത്ര ഭൂസ്ഥിതേഃ പുരീ തതമിതിർനാംനാ സുവ്യക്തകലനാവനൗ തത്രാസീത് പാർത്ഥിവഃ കശ്ചിത് വിവശ്ചിതിതി വിശ്രുതഃ യസ്സഭായാം സുസഭ്യായാം വിവശ്ചിത്വാദ് വിരാജതേ. ആ നഗരത്തിൽ ഒരു പാർത്ഥിവൻ അല്ലെങ്കിൽ രാജാവ് വാണിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് വിപശ്ചിത്. വിശേഷമായി കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിവുള്ളവൻ, പണ്ഡിതൻ, വിദ്വാൻ എന്നർത്ഥം. വിപശ്ചിത്ത് എന്ന പേരോടുകൂടിയ ഒരു മഹാരാജാവ് ആ നഗരത്തിൽ വാണിരുന്നു. അദ്ദേഹം വളരെ പ്രശസ്തനുമായിരുന്നു. യഹാ സഭായാം സുസഭ്യായാം വിപശ്ചിത്വാദ് വിരാജതെ. അദ്ദേഹത്തിൻ്റെ സദസ്സിൽ, ആ രാജസഭയിൽ ഏറ്റവും പണ്ഡിതനായി ശോഭിച്ചിരുന്നത് ഇദ്ദേഹമാണ്. പണ്ഡിതന്മാർ പലരും ഉണ്ടായിരുന്നെങ്കിലും അവരെക്കാളുമൊക്കെ അറിവ് ഈ രാജാവിനുണ്ടായിരുന്നു. അങ്ങനെ നല്ല അറിവുള്ള പണ്ഡിതനായ ഒരു രാജാവ് ആ നഗരത്തിൽ രാജ്യം ഭരിച്ചിരുന്നു. തത്ര തസ്യാം പുര്യാം ശോഭനാഹ സഭ്യാഹ യസ്യാം തഥാവിധായാം സഭായാം വിവശ്ചിത്വാത് സർവശാസ്ത്രേഷു വിദ്വത്വാത് വിരാജത്തെ. അത്യന്തം ശോഭിക്കുന്ന അനേകം മഹത് വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഉണ്ടായിരുന്നെങ്കിലും അവരെക്കാളുമൊക്കെ അറിവിൽ ശ്രേഷ്ഠനായിരുന്നതുകൊണ്ട്, സകല ശാസ്ത്ര പാരംഗതനായിരുന്നതുകൊണ്ട്, എല്ലാ ശാസ്ത്രങ്ങളും നല്ല പോലെ അധ്യയനം ചെയ്ത ആളാണ് ഈ രാജാവ്. അതുകൊണ്ട് അദ്ദേഹം ശ്രേഷ്ഠനായ വിദ്വാനായി അദ്ദേഹത്തിൻ്റെ സഭയിൽ ശോഭിച്ചു. രാജഹംസൈവാബ്ജിന്യാമൃക്ഷചക്രൈവോടുരാട് സുമേരുരിവ ശൈലൗഘേ യസ്സഭായാമരാജത. അദ്ദേഹത്തിൻ്റെ രാജസഭയിൽ അദ്ദേഹം എങ്ങനെയാണ് ശോഭിച്ചിരുന്നത്? ഒരു താമരപ്പൊയ്കയിൽ എങ്ങനെയാണോ ഒരു രാജഹംസം പ്രശോഭിക്കുന്നത്, നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രൻ എങ്ങനെയാണോ വിളങ്ങുന്നത്, പർവ്വതങ്ങളുടെ മധ്യത്തിൽ സ്വർണപർവ്വതമായ സുമേരു എങ്ങനെയാണോ വിരാജിക്കുന്നത്, അതുപോലെ ഏറ്റവും പ്രകാശം ചൊരിയുന്നവനായി, അറിവുകൊണ്ട് പ്രകാശിക്കുന്നവനായി ആ രാജസഭയിൽ ശ്രേഷ്ഠനായി ആ രാജാവ് കഴിഞ്ഞിരുന്നു. അബ്ജിന്യാം അബ്ജവത്യാം സരസ്യാം വൃക്ഷചക്രേ നക്ഷത്രഗണേ ഉടുരാട് ചന്ദ്രൈവ. ആ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിവർത്തതേ യതോ ശക്ത്യാ വചനം ഗുണവർണ്ണനാത്
കവീനാമചലാകാര ഭവേദ്ഭാഭൂധരോ യഥാ. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കാൻ ആരംഭിച്ചാൽ അതിന് ഒരവസാനവുമില്ല. അത്ര കണ്ട് സകല സദ്ഗുണങ്ങളും പലതരത്തിലുള്ള അറിവും നേടിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ലായിരുന്നു, വാക്കുകൾ മതിയാവില്ലായിരുന്നു. അത്ര ഗുണഗണങ്ങളോടുകൂടി വർത്തിച്ചിരുന്നു ആ രാജാവ്. കവീനാം അചലാകാര ഭവേദ്ഭാ ഭൂധരോ യഥ. കവികൾക്ക്, രാജസദസ്സാകുമ്പോൾ ധാരാളം കവികൾ ഉണ്ടാവുമല്ലോ, പണ്ഡിതന്മാരും കവികളും. ആ കവികൾക്ക് ഒരിക്കലും നഷ്ടമാകാത്തത്ര ധനവും സമ്പത്തുമൊക്കെ ഈ രാജാവ് അവർക്ക് നൽകി അവരെ ആദരിച്ചിരുന്നു. കവികളെ സംബന്ധിച്ച്, അതായത് രാജാവിൻ്റെ ആശ്രിതന്മാരെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്വർണ്ണ പർവ്വതം പോലെ പ്രകാശിച്ചിരുന്നു. ഒരു സ്വർണ്ണ പർവ്വതത്തിൻ്റെ അടുത്ത് ഒരാൾ എത്തിയാൽ അയാൾക്ക് പിന്നെ സമ്പത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുപോലെ മഹാമേരുവിനെ പോലെ കവികൾക്ക് അവർ ചോദിക്കുന്ന എന്തും ദാനം ചെയ്യുന്ന, അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു അക്ഷയപാത്രമായി ഈ രാജാവ് ശോഭിച്ചിരുന്നു. സർവത്ര ഉത്തരോത്തര ഗുണോത്കർഷ വർണ്ണനെ പ്രവൃത്തം കവീനാം വചനം യതോ യസ്മാദ് വിവശ്ചിതോ അവധേഹ സകാശാത് ഗുണാനന്ദ്യേന നിരുപമത്വേന ച വർണ്ണനാശക്തിയാ വർണ്ണനാത് നിവർത്തതേ. ഈ രാജാവിൻ്റെ മഹത്വം വർണ്ണിക്കാൻ കവികൾ ആരംഭിച്ചാൽ ഒരു ഗുണം വർണ്ണിച്ചു കഴിയുമ്പോഴേക്ക് അടുത്ത ഗുണത്തെക്കുറിച്ച് വർണ്ണിക്കേണ്ടതായി വരും. ഇങ്ങനെ ഒടുങ്ങാത്ത സകല സദ്ഗുണങ്ങളോടും കൂടിയ ഈ രാജാവിനെ സ്തുതിച്ച് കവികൾക്ക് ഒരിക്കലും ആ ഗുണഗണങ്ങളെ പ്രശംസിച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അത്ര കണ്ട് മഹത്വമുള്ള വ്യക്തിയായിരുന്നു. ആ കവികൾക്ക് ഇദ്ദേഹം ധാരാളം സമ്പത്തും പൊന്നും പട്ടും വളയും ഒക്കെ നൽകിയിരുന്നു. യതോ യസ്മാത് വിവശ്ചിത സകാശാത് കവീനാം അചലാകാര സ്ഥിരാ സമ്പദ്ഖ്യാതി ഗുണോത്കർഷ പ്രയുക്ത ഭാശോഭാ ഭവേത്. ഒരിക്കലും വറ്റാത്ത സമ്പത്തിൻ്റെ ഉടമയായിരുന്നു, ഒരു വലിയ ഖജനാവിൻ്റെ ഉടമയായിരുന്നു ഈ രാജാവ്. അതുകൊണ്ട് ഈ രാജാവിനെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് ഒന്നിനും ഒരു മുട്ടുമില്ല. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും രാജാവ് അത് നൽകും. അങ്ങനെ ഈ രാജാവിനെ വിട്ട് ഒരിക്കലും അകന്നു പോകാതെ എപ്പോഴും രാജാവിനെ തന്നെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ സദസ്സിലെ കവികൾ. പ്രാതഃ പ്രാതർവികസിതാത് സർവാശാഭാസനോദ്യതാത് യതഃ പ്രതാപജനിത ശ്രീരുദേത്യംബുജാദിവ. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഈ കവികളെല്ലാം രാജസദസ്സിൽ സന്നിഹിതരാകും. അപ്പോൾ രാവിലെ ഈ സദസ്സിനെ കണ്ടു കഴിഞ്ഞാൽ ധാരാളം താമരകൾ പൂത്തു നിൽക്കുന്ന ഒരു താമര പൊയ്ക പോലെ അത്രയും മനോഹരമായിരിക്കും. അപ്പോൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ സഭ സമ്മേളിക്കും. അവിടെ ഈ കവികളെല്ലാം സന്നിഹിതരായിരിക്കും. രാജാവിൻ്റെ ഗുണഗണങ്ങളെ അവർ വാഴ്ത്തിപ്പാടും. രാജാവിൻ്റെ പ്രതാപം, അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം, അതിനെയൊക്കെ കുറിച്ച് വാനോളം പുകഴ്ത്തും. പ്രതാപം കൊണ്ട് ജനിച്ച, രാജാവിൻ്റെ പ്രതാപത്തിൽ നിന്ന് ജനിച്ച ഐശ്വര്യം, അതിനെ ഈ കവികൾ അത്യധികം പ്രശംസിക്കും. എങ്ങനെയാണോ സൂര്യൻ്റെ പ്രതാപം എന്നുള്ളതിന് ചൂട്, വെയിൽ എന്നർത്ഥമുണ്ട്. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴാണല്ലോ താമരകൾ വിടരുന്നത്. ആ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് വിടർന്ന താമരകൾ സൂര്യനോട് എങ്ങനെയാണോ നന്ദിയുള്ളവരായിരിക്കുന്നത്, കാരണം ആ താമരകളെ വിടർത്തിയത് സൂര്യൻ്റെ രശ്മികളാണ്. അതുപോലെ ഈ രാജാവിനോട് കൂറും കടപ്പാടും ഉള്ളവരായിരുന്നു അദ്ദേഹത്തിൻ്റെ സദസ്സിലെ കവികൾ. ശ്രീഹി സമ്പത്ത് അംബുജപക്ഷേ പ്രതാപാത്
ആതപാത് ജനിത ശ്രീഹി ശോഭന, ശോഭ. രാജാവിൻ്റെ ഐശ്വര്യം കാരണമായിട്ടാണ് ഇവർ വളരെ സുഖസമൃദ്ധമായ ഒരു ജീവിതം നയിച്ചത്. അതുപോലെ രാജാവിൻ്റെ ഗുണഗണങ്ങളെ ഇവർ അത്യധികം പ്രശംസിക്കുകയും ചെയ്തിരുന്നു.